എല്ലാവർക്കും നമസ്കാരം. പബ്ലിക് മലയാളികളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ. സംതിങ് സ്പെഷ്യൽ. സംതിങ് സ്പെഷ്യൽ ടുഡേ. കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇച്ചിരി പായസം ഉണ്ടാക്കി കുടിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതുമായിട്ട് പായസം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ വന്ന വഴിക്ക് ആക്ച്വലി വാമസിലും മേടിച്ചിട്ടുണ്ട്. സേമിയ പായസം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലോഗിൽ എന്തും കാണിക്കാൻ പോണ സേമിയ പായസത്തിന്റെ ഒരു ചെറിയ റെസിപ്പി. എല്ലാവർക്കും അറിയാം സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എന്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോണ ദിവസമാണെന്ന് ഇവിടെ വന്നപ്പോൾ ഇതുവരെയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പായസം നമ്മുടെ സാധനം. സോ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ പബ്ലിക് മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വലിയ സ്വാഗതം. താങ്ക് യു. ഇന്ന് രാവിലെ പ്രത്യേകിച്ച് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. ഇതൊക്കെ കുറച്ച് ചോറ് ഇപ്പം രാവിലെ ചോറ് കുടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഇന്നലത്തെ ചോറും നമ്മളെ ചിക്കനും എടുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ കഴിക്കാൻ വിചാരിച്ചില്ല. ചൂടാക്കി കഴിക്കാന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ കുറച്ചൊന്ന് പുറത്തിറങ്ങണം. ഇതിപ്പോ മഴയുള്ള ദിവസമാണ്. വൈകിട്ട് എന്തിനാ എക്സ്ട്രാ ഓവർ ടൈം എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു അതിന്റെയൊക്കെ തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വാർത്ത ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വൈകിട്ടത്തേക്ക് പോകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇച്ചിരി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം. ഞാൻ ഇച്ചിരി റൈസ് വെക്കാന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഡ്യൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് കൊണ്ടാം വൈകിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് റൈസ് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞാൻ വൈകിട്ട് കൊണ്ടുപോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഭയങ്കര വിശപ്പായിരിക്കും. ഒരു ബ്രേക്കിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് ഒന്നും നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഉണ്ടാക്കൊണ്ട് പോകും. കറി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചതെന്നൊക്കെ ഇതോടെ ഈ ചിക്കനോട് കഴിക്കും. എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പായസവും ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റൂമാണ്. നമുക്ക് വീഡിയോസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മുടെ രാവിലെ കഴിക്കാവുന്ന കഞ്ഞി റെഡിയായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ ഷോപ്പിൽ വരുമ്പോൾ പ്രോൺ പിക്കിള് മേടിച്ചു വന്നു. അപ്പോൾ പ്രോൺ പിക്കിളും ഉണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ചിക്കനുണ്ട്. പിന്നെ ഇച്ചിരി കൂണുണ്ട്. കഴിഞ്ഞുണ്ടാക്കിയ കൂണുണ്ട്. അതൊക്കെ കണ്ടു കാണുന്ന റെസിപ്പി. അപ്പം അതൊക്കെയുണ്ട്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചോറ് കുടിക്കണം രാവിലെ. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചോറ് കുടിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ എപ്പോഴും കുടിക്കാറൊന്നുമില്ല. എപ്പോഴും മാത്രമേ കുടിക്കാറുള്ളൂ. ഇപ്പൊ അതൊന്നും ഉണ്ടാക്കിയതുകൊണ്ട് നേരെ ഒന്നുമില്ല. പുറത്തേക്കൊന്ന് പോകണം. പായസം ഉണ്ടാക്കണം. വളരെ കാര്യങ്ങളുണ്ട്.
സുഹൃത്തുക്കള് കുഴപ്പമില്ലാണ് വന്നത്. സേവി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ചെറുതായിട്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം പാല് കട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സേവി കഴിച്ചെടുക്കാം. വളരെ കുറച്ചുണ്ടാക്കണം, എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നാളായി സേമിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ അത്ര വലിയ കാര്യം എനിക്ക് അറിയത്തുമില്ല. നമുക്ക് അറിയാവുന്ന പോലെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ അത്യാവശ്യം കിസ്മിസ് ഇല്ല, ആൽമണ്ട്സും അതിനകത്തൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അത് ബെസ്റ്റ് നിങ്ങളെ കാണിക്കുന്നില്ല. സേമിയ ഉണ്ടാക്കാനുള്ള നമ്മുടെ സെക്കൻഡ് ഉണ്ടാക്കാനുള്ള പാനീയം എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ പറയില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത്രയും നമ്മുടെ സാധനം ഒന്ന് പായസം ഉണ്ടാക്കാനുള്ള സാധനം നമുക്ക് റവ സാധനം വറുത്തതാണ്, പക്ഷെ ഒന്നോടെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു. ഞാനൊരു ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്താൽ ഞാൻ മേടിച്ചേക്കുന്നത് ആക്ച്വലി ഞാൻ ഇന്ത്യൻ ഷോപ്പിലാണ് വർമ്മശ്രീ മേടിച്ചത്. റോസ്റ്റഡ് ബാർമശ്രീയാണ് ഓൾറെഡി, പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ചൂടാക്കാനുള്ള പരിപാടിയാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വന്നേക്കുന്ന ചില പായസം ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. നാട്ടിലാകുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു സാധനങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പൊ നമ്മുടെ വാർമസിൽ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. ബന്ധുന്നല്ല, ഒരു ബ്രൗൺ കളർ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലത്ത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു. വേവിച്ചെടുക്കാം നന്നായിട്ട്. ഞാൻ ആക്ച്വലി ഈ പാത്രത്തിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു, പിന്നെ കരിഞ്ഞു പോയി. ഞാനോട് എന്തായാലും അപ്പൊ നമ്മുടെ സേമിയ നന്നായിട്ട് പാലിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്തേക്ക് ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ പഞ്ചസാരയല്ല ഷുഗറിന്റെ ഗ്രാനുൾസും പിന്നെ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങയും കാര്യങ്ങളെല്ലാം ഒന്ന് വറുത്തിടണം. വെന്ത് വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. വെന്ത് വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇച്ചിരി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാലൊന്ന് തട്ടിപ്പോയി. തിളച്ച് അതോടെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഉണ്ട് ഓൾറെഡി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നോക്കിയിരുന്നു ആദ്യം, പക്ഷെ ഒരുപാട് ഞാൻ എക്സ്ട്രാ വേണ്ടതൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരമൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തു, ഏലക്ക ഇട്ട് കൊടുത്തു, ബട്ടർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങൾ വറുത്ത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. അങ്ങനെ പായസം ഉണ്ടാക്കി കേട്ടോ.